ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഞാനൊരു മീനച്ചാറിൻ്റെ വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ 3 കിലോ ചൂരമീനാണ് കേട്ടോ ഇന്ന് ഞാൻ അച്ചാറിടാനായിട്ട് പോകുന്നത്. അപ്പോൾ 3 കിലോ ചൂരമീൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പുറത്ത് തൊലി പൊളിച്ച് കളയാൻ എനിക്ക് അത്ര മറങ്ങില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് നാരങ്ങ നീര് പുരട്ടിയിട്ട് വെച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇതിങ്ങനെ ഉരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സ്കിന്നൊക്കെ പോയി നല്ല ആ ബ്ലാക്കും വൈറ്റും കളർന്ന ഷെയ്ഡൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഉരച്ചാണ് കേട്ടോ ഇതിൻ്റെ മുകളിലത്തെ ഈ ബ്ലാക്കും അതുപോലെ വൈറ്റ് ഷെയ്ഡ് പോലെ കാണുന്നതൊക്കെ കളയുന്നത്. അപ്പോൾ അതേ അതുപോലെ ഉരച്ച് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ വാലും തലയൊക്കെ മുറിച്ച് കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ പീസായിട്ട് വേണം കേട്ടോ ഇതൊന്ന് മുറുക്കിയെടുക്കാൻ. അപ്പോൾ ഇതുപോലത്തെ ചെറിയ പീസായിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ മീനൊക്കെ നമ്മൾ നുറുക്കിയെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഈ മീൻ നന്നായിട്ടൊന്ന് കഴുകി വാരി ഒരു 3-4 പ്രാവശ്യം ഞാൻ കഴുകി വാരി ഒരു അരിപ്പത്തട്ടിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വാർന്ന് പോകാനായിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെച്ചേക്കാം. അപ്പോൾ അതേ നമ്മുടെ മീനിൻ്റെ വെള്ളമെല്ലാം വാർന്നു പോയിട്ടോ. ഇനി നമുക്ക് ഈ മീനൊന്ന് വറക്കാനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് പുരട്ടി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. മീൻ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അച്ചാറിന് വേണ്ട മറ്റ് സാമഗ്രികളൊക്കെ തയ്യാറാക്കാം കേട്ടോ. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവയെല്ലാം ഒന്ന് നമുക്ക് നന്നാക്കിയെടുക്കാം. മീനച്ചാറിനായിട്ട് 5 ചുള വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10-15 പച്ചമുളക് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മളെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ചാറുണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും തന്നെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായം, അതുപോലെ തന്നെ എണ്ണ, വിനാഗിരി എന്നിവയെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് മീനിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മീൻ നന്നായിട്ട് മുരിയെ വറുത്ത് കോരി മാറ്റണം കേട്ടോ. അപ്പോൾ നമുക്ക് മീനൊന്ന് ഇട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഈ ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. അതുപോലെ നമുക്ക് മീനുകളെല്ലാം ഒന്ന് വറുത്ത് കോരാം കേട്ടോ. അപ്പം ഞാൻ ദേ മീനെല്ലാം വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ആ പാനിൽ എണ്ണ ഊറ്റി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ആ പാത്രം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വീണ്ടും അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വറുത്ത അതേ എണ്ണ തന്നെ ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ടീസ്പൂൺ അളവിൽ കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും പൊട്ടി വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇല്ലേ, അതൊന്ന് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം കേട്ടോ. അത് നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇത് വഴന്നു വരുന്ന സമയത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം.
പച്ചമുളക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴന്നു വരുന്ന ഈ സമയത്ത് ഒരു 2-3 കതിർപ്പ് വേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഒരു 3 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് ചൂടാകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഇതിനകത്തേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സായി വന്ന ഈ സമയത്ത് നമുക്കത് ഇതുപോലെ 1 കപ്പ് അളവിൽ ഞാൻ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൊറുക്കാന്നും പറയും ഞങ്ങളിവിടെ. വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വിനാഗിരി ചേർത്ത് കൊടുത്തൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തേക്ക് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ, നല്ല വെട്ടി തിളപ്പിച്ച വെള്ളം 1 കപ്പ് അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഒത്തിരി നാൾ കേടാവാതൊക്കെ സൂക്ഷിക്കണമെങ്കിൽ ഇതുപോലെ വെള്ളം ചേർക്കാതെ അച്ചാർ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതുപോലെ പുറത്തുള്ളവർക്കൊക്കെ കൊടുത്തു വിടാനുള്ള അച്ചാറാണെങ്കിൽ അതിൽ വെള്ളം ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ വീട്ടാവശ്യത്തിന് ഉണ്ടാക്കുന്നതിൽ ഇതുപോലെ വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം വേണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇപ്പം നമ്മൾ അച്ചാറിന് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. മീൻ വറക്കാൻ വെച്ചപ്പോൾ മീൻ മാത്രമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഗ്രേവിയിലൊന്നും ഉപ്പുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അച്ചാറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അല്പം കായം പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് അച്ചാർ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നനവൊന്നുമില്ലാത്ത നല്ല കുപ്പിയിൽ നന്നായിട്ട് അടച്ച് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഒരു 2 ദിവസമൊക്കെ പുറത്ത് വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.